+2 റിസൾട്ട് വന്നു. നഴ്സിംഗ് അഡ്മിഷനിൽ നിങ്ങളുടെ യഥാർത്ഥ സാധ്യത മനസ്സിലാക്കാൻ ആദ്യം അറിയേണ്ടത് ഒരു കാര്യമാണ്. ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കണക്കാക്കാം? പല വിദ്യാർത്ഥികളും രക്ഷിതാക്കളും +2ൻ്റെ മൊത്തം മാർക്ക് മാത്രം ശതമാനമായിട്ട് നോക്കിയിട്ട് ടെൻഷൻ അടിച്ചിരിക്കും. മാർക്ക് മാത്രം മതിയോ? അഡ്മിഷൻ കിട്ടുമോ? ഏത് കോളേജ് തിരഞ്ഞെടുക്കണം? പക്ഷേ നഴ്സിംഗ് അഡ്മിഷനിൽ പലപ്പോഴും പ്രധാന വിഷയങ്ങളിൽ മാർക്കാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാർക്ക്. പ്രത്യേകിച്ച് ഈ വിഷയങ്ങളിൽ ഇപ്പോൾ ഒരു ലളിതമായ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. ബയോളജി സെക്കൻഡ് ഇയർ മാർക്ക് നമുക്ക് ഫസ്റ്റ് ഇയറിലല്ല സെക്കൻഡ് ഇയറിൽ മാർക്ക് 115 ഉണ്ടെന്ന് വിചാരിക്കുക. ടോട്ടൽ 120ലാണ് സെക്കൻഡ് ഇയറിലെ മാർക്ക് വരുന്നത്. സെക്കൻഡ് ഇയറിലെ മാർക്ക് അതിൽ 115 മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് നമുക്ക് എങ്ങനെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? 115 ഭാഗം 120 ഗുണം 100, അതായത് 115 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100 ഈസിക്കൽ ടു 95.83 എന്നൊരു പെർസെൻറ്റേജ് കിട്ടും. ഇത് ഫിസിക്സിലാണെങ്കിൽ ഒരു 118 മാർക്കുണ്ടെന്ന് വിചാരിക്കാം. അപ്പം 118 ഭാഗം 120 ഇൻറ്റു 100 ഈസിക്കൽ ടു 98.33. കെമിസ്ട്രിയിലും ഇതേപോലെ 115 മാർക്കുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ 115 ഭാഗം 120 ഇൻറ്റു 100 ഈസിക്കൽ ടു 95.83. ഇനി ഈ 3 ശതമാനങ്ങളും നമുക്ക് ഒരുമിച്ച് കൂട്ടാം. 95.83, 98.33, 95.83. ടോട്ടൽ 289.99. 99 അല്ല 99. അതായത് ഒരു 300ൽ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 289.99 ആണ്. ഇങ്ങനെ ഓരോ വിഷയത്തെയും ആദ്യത്തെ 100ലേക്ക് മാറ്റി ശേഷം 3 വിഷയങ്ങളും ചേർത്താണ് ഈ ടോട്ടൽ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് മനസ്സിലായാൽ വിദ്യാർത്ഥികൾക്ക് രക്ഷിതാക്കൾക്കും അഡ്മിഷൻ സാധ്യതയെക്കുറിച്ച് കൂടി വ്യക്തമായി വിലയിരുത്താൻ കഴിയും. മൊത്ത ശതമാനം മാത്രം നോക്കാതെ പ്രധാന വിഷയങ്ങളിൽ എത്ര മാർക്ക് ഉണ്ടെന്ന് അറിയാൻ കഴിയും. കോളേജ് തിരഞ്ഞെടുക്കുമ്പോഴും ഓപ്ഷൻ നൽകുമ്പോഴും ഈ കണക്ക് കൂട്ടൽ നിങ്ങളെ സഹായിക്കും. അതിനാൽ മാർക്ക് ലിസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ ആദ്യം ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങളുടെ ശതമാനം പ്രത്യേകം കണക്കാക്കുക. പക്ഷേ ഇൻഡെക്സ് മാർക്ക് മാത്രം നോക്കിയാൽ മുഴുവൻ അഡ്മിഷൻ പിക്ചർ നമുക്ക് മനസ്സിലാവണമെന്നില്ല. കോളേജ് ഓപ്ഷൻ്റെ ക്രമം, കാറ്റഗറി സീറ്റ് ലഭ്യത, കൗൺസിലിംഗ് ഘട്ടങ്ങൾ എന്നിവയും വളരെ പ്രധാനമാണ്. നഴ്സിംഗ് അഡ്മിഷനെ കുറിച്ച് വ്യക്തമായി അറിയാൻ ഞാനൊരു ഫ്രീ വെബിനാർ നടത്തുന്നുണ്ട്. അതിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വെബിനാർ എന്ന് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയുടെ താഴെയായിട്ട്. അതിനുശേഷം നിങ്ങളുടെ DM-ൽ വരുന്നൊരു സൗജന്യ വെബിനാർ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് അതൊന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് വെബിനാറിൽ കാണാം. വളരെ സീരിയസ് ആയിട്ട് നഴ്സിംഗ് അഡ്മിഷൻ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളും വിദ്യാർത്ഥികളും മാത്രം കമൻറ്റ് ചെയ്യുക. ഡെയിലി യൂസ്ഫുൾ കൺസെപ്റ്റ് വളരെ ലളിതമായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന റീൽസ് കാണാൻ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക്